ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രിക ഇന്നുകൂടി പിൻവലിക്കാം. 5ാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുപിയിൽ പ്രചാരണം തുടരുന്നു. സോണിയാഗാന്ധിയും യുപിയിൽ പ്രചാരണത്തിന്. അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ. ഇന്ത്യൻ തീര അതിർത്തിയിൽ കടന്നുകയറിയ 5 ശ്രീലങ്കൻ ബോട്ടുകൾ കോസ്റ്റ് ഗാർഡ് പിടികൂടി. 41 നിത്യോപയോഗ മരുന്നുകളുടെയും 6 മരുന്ന് കൂട്ടുകളുടെയും വില കുറച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഹൈദരാബാദ് പ്ലേ ഓഫ് യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രിക ഇന്നുകൂടി പിൻവലിക്കാം. 8 സംസ്ഥാനങ്ങളിലെ 57 സീറ്റുകളിലേക്കാണ് 7ാം ഘട്ടമായി അടുത്ത മാസം 1-ന് വോട്ടെടുപ്പ് നടക്കുന്നത്. 5ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ സമാപിക്കും. ഈ മാസം 20-നാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. 6ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 25-ന് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 4 ഘട്ടങ്ങളിലായി ആകെ 66.95% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 45.1 കോടിയിലധികം പേരാണ് ഇതുവരെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ശേഷിക്കുന്ന 3 ഘട്ടത്തിലും വോട്ടവകാശം ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 3 ഘട്ടങ്ങൾ നടക്കേണ്ട മണ്ഡലങ്ങളിൽ തിരക്കേറിയ പ്രചാരണം തുടരുന്നു. ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ ഉത്തർപ്രദേശിൽ വിവിധ കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ജൌൻപൂർ, അസംഗഡ്, ഭദോഹി, പ്രതാപ്ഗഡ് ജില്ലകളിൽ അദ്ദേഹം റാലിയിൽ പങ്കെടുത്തു. ഇന്നും പ്രധാനമന്ത്രി യുപിയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് വേണ്ടി യുപിയിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ പ്രചാരണത്തിലുണ്ട്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇന്നലെ പ്രിയങ്ക ഗാന്ധി പ്രചാരണം നടത്തി. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും വിവിധ റാലികളിൽ പങ്കെടുത്തു. ബീഹാറിൽ NDAയുടെയും മഹാസഖ്യത്തിന്റെയും താരപ്രചാരകരും മുതിർന്ന നേതാക്കളും പ്രചാരണ രംഗം കൊഴുപ്പിക്കുകയാണ്. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ സീതാമാർഹിയിലും മധുബനിയിലും റാലികളിൽ പങ്കെടുത്തു. RJD, കോൺഗ്രസ്, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, ഇടത് പാർട്ടികൾ എന്നിവയുടെ പ്രധാന നേതാക്കളും വിവിധ റാലികളിൽ പങ്കെടുത്തു. 5ാം ഘട്ടത്തിൽ ഈ മാസം 20-ന് 13 സീറ്റിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും പ്രചാരണം ഉച്ചസ്ഥായിയിലെത്തി. നാസിക് മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ശിവസേനയ്ക്ക് വേണ്ടി റോഡ് ഷോ നടത്തി. ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മൻമാഡിൽ പ്രചാരണം നടത്തി. മഹാവികാസ് അഘാഡിക്ക് വേണ്ടി NCP നേതാവ് കൂടിയായ ശരത് പവാർ പ്രചാരണ രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മുംബൈയിൽ മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് പ്രചാരണത്തിനിറങ്ങും. മുംബൈ ശിവാജി പാർക്കിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങിയ മുതിർന്ന നേതാക്കളും റാലിയിൽ പങ്കെടുക്കും. മുംബൈയിലെ 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോകത്തിന് തന്നെ അത്ഭുതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിന് മുന്നിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കേണ്ടത് തന്റെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും ഡൽഹിയിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ മോദി പറഞ്ഞു. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിനെ തോൽവിയെന്നോ ജയമെന്നോ മാത്രമായി തരംതിരിക്കേണ്ടതില്ല. ഒരു പാർട്ടിയുടെ സന്ദേശം നേർപ്പിക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യാതെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ തിരഞ്ഞെടുപ്പ് അവസരമൊരുക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പാർട്ടിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അമൃത്സറിൽ തുടക്കം കുറിച്ചു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനിനൊപ്പം അദ്ദേഹം നഗരത്തിൽ റോഡ് ഷോ നടത്തി. ജയിൽ മോചിതനായ ശേഷം ആദ്യമായാണ് കെജ്രിവാൾ പഞ്ചാബിലെത്തിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA മോശമായി പെരുമാറിയെന്നാരോപിച്ച് ആം ആദ്മി പാർട്ടി രാജ്യസഭാ MP സ്വാതി മലിവാൾ ഡൽഹി പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസിന് മൊഴി നൽകിയതായി അവർ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. സംഭവത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുതെന്നും അവർ അഭ്യർത്ഥിച്ചു. ആന്ധ്രാപ്രദേശിൽ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ആന്ധ്രാപ്രദേശ് ചീഫ് സെക്രട്ടറിക്കും ഡയറക്ടർ ജനറലിനും കമ്മീഷൻ നിർദ്ദേശം നൽകി. വോട്ടെണ്ണലിന് ശേഷം ആന്ധ്രാപ്രദേശിലെ 25 കേന്ദ്ര സായുധ പോലീസ് സേനാ കമ്പനികളെ നിലനിർത്താനും ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനും ട്രിനിഡാഡിൽ ക്രിക്കറ്റ് അക്കാദമി ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുമായി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി ഡോക്ടർ കീത്ത് ക്രിസ്റ്റഫർ റൌലി ഇന്ത്യയിലെത്തി. മുംബൈയിലെത്തിയ കീത്ത് റൌലിക്കും ഭാര്യയ്ക്കും മഹാരാഷ്ട്ര ഗവർണർ രാജ്ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. ഇന്ത്യൻ തീരാതിർത്തിയിൽ അനധികൃതമായി കടന്നുകയറിയ 5 ശ്രീലങ്കൻ മീൻപിടുത്ത ബോട്ടുകൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടികൂടി. 14 ശ്രീലങ്കൻ പൌരന്മാരാണ് 5 ബോട്ടുകളിലായി ഉണ്ടായിരുന്നത്. പാക് കടലിടുക്കിന് സമീപം പട്രോളിംഗ് നടത്തുകയായിരുന്ന ICG കപ്പൽ റാണി ദുർഗാവതിയാണ് തമിഴ്നാട് തീരത്തെ പോയിന്റ് കാലിമറിൽ നിന്ന് 15 മൈൽ അകലെ സംശയാസ്പദമായ രീതിയിൽ ബോട്ടുകൾ കണ്ടത്. തുടർ നിയമ നടപടികൾക്കായി ബോട്ടുകളും ജീവനക്കാരും നാഗപട്ടണത്തെ കോസ്റ്റൽ സെക്യൂരിറ്റി ഗ്രൂപ്പിന് കൈമാറും. 41 നിത്യോപയോഗ മരുന്നുകളുടെയും 6 മരുന്ന് കൂട്ടുകളുടെയും വില കേന്ദ്ര സർക്കാർ കുറച്ചു. പ്രമേഹം, ഹൃദ്രോഗം, കരൾ രോഗം എന്നിവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വിലയാണ് ദേശീയ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് ഏജൻസി വെട്ടിക്കുറച്ചത്. പുതുക്കിയ നിരക്ക് വിൽപ്പനക്കാർക്ക് അടിയന്തരമായി കൈമാറാനും മരുന്ന് കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരം ശക്തമായ മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. ഇതോടെ ഹൈദരാബാദ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും ലക്നൌ സൂപ്പർ ജയൻസും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. കസാക്കിസ്ഥാനിലെ അസ്താനയിൽ നടക്കുന്ന എലോർഡ കപ്പ് 2024 വനിതാ ബോക്സിംഗിൽ നിലവിലെ ലോക ചാമ്പ്യൻ ഇന്ത്യയുടെ നിഖത് സരീൻ വനിതകളുടെ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഫൈനലിൽ പ്രവേശിച്ചു. കസാക്കിസ്ഥാന്റെ ടോമിരസ് മിർസാക്കുലിനെ 5-0 പരാജയപ്പെടുത്തിയാണ് താരത്തിന്റെ മുന്നേറ്റം. നാളെയാണ് ഫൈനൽ. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലാന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ജോഡികളായ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ക്വാർട്ടറിൽ കടന്നു. 21-16, 21-11 എന്ന സ്കോറിന് ചൈനീസ് സഖ്യത്തെയാണ് പരാജയപ്പെടുത്തിയത്. പാരീസ് ഒളിമ്പിക്സിനുള്ള 6-അംഗ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ടീമിന് ഇന്ത്യൻ 1-ാം നമ്പർ താരം മനിക ബത്രയും ശരത് കമലും നേതൃത്വം നൽകും. ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ടീമിനെ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഞായറാഴ്ചയും 7 ജില്ലകളിൽ തിങ്കളാഴ്ചയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും നാളെ മുതൽ തിങ്കളാഴ്ച വരെ മണിക്കൂറിൽ 40 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരബാധ റിപ്പോർട്ട് ചെയ്ത മൂന്നിയൂർ പഞ്ചായത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കി. രോഗബാധയുണ്ടായെന്ന് കരുതുന്ന പാറയ്ക്കൽ കടവിൽ നിന്ന് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും പുഴയിലും മലിന ജലാശയങ്ങളിലും യാതൊരു കാരണവശാലും ഇറങ്ങാൻ പാടില്ലെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച തലവടി, തഴക്കര, ചമ്പക്കുളം പഞ്ചായത്തുകളിൽ ഇന്ന് കള്ളിംഗ് നടത്തും. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 12,678 വളർത്തുപക്ഷികളെ കൊന്നൊടുക്കുവാനാണ് തീരുമാനം. ഗുണ്ടകൾക്കും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കുമെതിരായി പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ ആഗിൽ 53 പേർ കരുതൽ തടങ്കലിൽ. 5 പേർക്കെതിരെ കാപ്പ നിയമപ്രകാരം നടപടിയെടുത്തു. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 90 പേരെയും വാറന്റ് കേസിൽ പ്രതികളായ 153 പേരെയും അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കുടുംബശ്രീക്ക് ഇന്ന് 26-ാം പിറന്നാൾ. 1998 മെയ് 17 മലപ്പുറത്ത് തുടക്കമിട്ട കുടുംബശ്രീ ഇത്തവണ പിറന്നാൾ ദിനത്തിൽ എന്നിടം പദ്ധതിക്ക് തുടക്കമിടും. അയൽക്കൂട്ട വനിതകളുടെ കലാസാഹിത്യ വാസനകൾ വളർത്താനും ആശയങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള സാംസ്കാരിക വേദിയാണ് എന്നിടം. സംസ്ഥാനത്ത് റേഷൻ കടകളുടെ പ്രവർത്തനം പഴയ സമയക്രമത്തിലേക്ക്. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് വരുത്തിയിരുന്ന ക്രമീകരണം പിൻവലിച്ചതോടെയാണിത്. രാവിലെ 8 മുതൽ 12 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 7 വരെയും റേഷൻ കടകൾ പ്രവർത്തിക്കും. കേരളത്തിൽ വൈദ്യുതി ഉപയോഗത്തിൽ കുറവ് രേഖപ്പെടുത്തി. പ്രതിദിന ഉപഭോഗം 116 ദശലക്ഷം യൂണിറ്റിലേക്ക് വരെ കുതിച്ചുയർന്ന വൈദ്യുതി ഉപയോഗം ഒരാഴ്ചയായി 100 ദശലക്ഷം യൂണിറ്റിന് താഴെയെത്തി. ബുധനാഴ്ച 89.71 മെഗാവാട്ട് വൈദ്യുതി ഉപയോഗമാണ് ഉണ്ടായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 4 വയസ്സുകാരിയുടെ ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചെന്ന പരാതിയിൽ ഡോക്ടർക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട നാമനിർദ്ദേശ പത്രിക ഇന്നുകൂടി പിൻവലിക്കാം. 5-ാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുപിയിൽ പ്രചാരണം തുടരുന്നു. സോണിയാഗാന്ധിയും യുപിയിൽ പ്രചാരണത്തിന്. അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ. ഇന്ത്യൻ തീരാതിർത്തിയിൽ കടന്നുകയറിയ 5 ശ്രീലങ്കൻ ബോട്ടുകൾ കോസ്റ്റ് ഗാർഡ് പിടികൂടി. 41 നിത്യോപയോഗ മരുന്നുകളുടെയും 6 മരുന്നുകൂട്ടുകളുടെയും വില കുറച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഹൈദരാബാദ് പ്ലേ ഓഫ് യോഗ്യത നേടി.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.